ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വിറ്റാൽ പോലും ഇവിടുത്തെ കടം തീരുവില്ല. ഈ സർക്കാർ ഭരിച്ച് മുടിച്ചത്. മല്ലി വെള്ളവും ഇട്ട് കുടിച്ചോ പയറും ആവശ്യം തിന്നെന്നാണ് സർക്കാർ പറഞ്ഞു തരുന്നത്. സപ്ലൈകോയുടെ പ്രതിസന്ധിക്ക് യാതൊരു അറുതിയുമില്ല. കഴിഞ്ഞ ഓണം മുതൽ തുടങ്ങിയതാണ് ഈ പ്രതിസന്ധി. ജനങ്ങൾ അവശ്യ സാധനങ്ങൾ കിട്ടാതെ വലയുകയായിരുന്നു. ഇപ്പോഴിതാ പുതിയ വിദ്യയുമായി ഇറങ്ങിയിരിക്കുകയാണ് സർക്കാർ. ക്രിസ്മസ് ചന്ത എന്നാണ് പേര്. പക്ഷേ ചന്ത എന്ന പേര് മാത്രമേ ഉള്ളൂ. 13-ന് സാധനങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് വാഗ്ദാനങ്ങളിൽ മാത്രമായിരുന്നു. ചെന്ന് നോക്കിയപ്പോഴോ ആകെ 5 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് തിരുവനന്തപുരത്തെ കഥയാണ്. രാവിലെ മുതൽ ജനങ്ങൾ ക്യൂവിൽ നിന്ന് നട്ടം തിരിയുകയാണ്. ഓരോരുത്തരും ദൂരെ നിന്നും വരുന്നവർ ഇല്ലാത്ത പണം മുടക്കി ബസ്സും ഓട്ടോയും പിടിച്ച് എത്തുകയായിരുന്നു. 10 രൂപയെങ്കിൽ 10 രൂപ കുറഞ്ഞു കിട്ടിയാൽ അതൊരു ആശ്വാസമാകുമല്ലോ എന്നാണ് അവർ പറയുന്നത്. കാക്കിലോ മുളവ് 50 രൂപ വണ്ടിക്കൂലിയും ചെലവാക്കി വന്ന കിട്ടണ കാക്കിലോ മുളവ്, കുറെ വേവാത്ത പയറും, ഒരു സാധനവും ഇല്ല. സ്ഥിരം വരണേ. ഇപ്പൊ 3 മാസം കൊണ്ട് ഓണം കഴിഞ്ഞതിന് ശേഷം ഒന്നുമില്ല. മല്ലി വെള്ളവും ഇട്ട് കുടിച്ചോ പയറും ആവശ്യം തിന്നെന്നാണ് സർക്കാർ പറഞ്ഞു തരുന്നത്. തിരക്ക് മൂലം ക്യൂ പാലിച്ചുകൊണ്ടാണ് ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ കടക്കുന്നത്. എന്നാൽ അവിടെ എത്തുമ്പോൾ ഒന്നും ലഭിക്കാത്ത അവസ്ഥ. ആകെയുള്ളത് മുളകും പരിപ്പും മറ്റും മാത്രം. എന്നാലോ വേണ്ടത്ര സാധനങ്ങളില്ല. അരി ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ കാത്തിരുന്ന് മടുത്തുവെന്ന് ജനങ്ങളും. അരി ബ്ലോക്കിൽ പെട്ട് കിടക്കുകയായിരിക്കാമെന്ന് ജനങ്ങളും. എന്തായാലും സർക്കാരിന്റെ ക്രിസ്മസ് ചന്ത എന്ന് പറയുമ്പോൾ നിറഞ്ഞു കവിഞ്ഞ് ഇരിക്കുക തന്നെയാണ്. പക്ഷേ ഒന്നും സബ്സിഡി ഇനങ്ങളല്ല, എല്ലാം പാക്കറ്റ് വിഭവങ്ങൾ മാത്രം. ഇതിലും ഭേദം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെന്ന് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. നവകേരള സദസ്സ് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കണം. അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത മാസം മുതൽ വെളിയിൽ വാങ്ങുന്ന വില തന്നെ ഇവിടെയും വാങ്ങുന്നത്. പുറത്തുള്ള വില തന്നെ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാളും ലേശം കൂടെ അവിടെ ഒരു 10 രൂപയുടെ സാധനമാണെന്ന് ഒരു 8 രൂപയ്ക്ക് കൊടുക്കും. അത്രേ ഉള്ളൂ. ഇല്ല പഞ്ചസാര ഇല്ല, പിന്നെ ഉഴുന്നില്ല, കടലയില്ല, ചെറുപയർ വൻപയറില്ല, പഞ്ചസാരയില്ല, ഒരു വകയും ഇല്ല. എന്ന് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളാണ് കൂടുതലും വിറ്റഴിഞ്ഞു പോകണം. അല്ലാതെ സബ്സിഡി സാധനം ഒന്നും നമുക്ക് കിട്ടണില്ല. ഇതിനിടെ മുഖ്യമന്ത്രിക്കെതിരെയും കനത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സർക്കാരെന്ന് പറഞ്ഞ 13 വട്ടം സാധനം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇത് ഇപ്പോൾ 5 വട്ടം സാധനമേ കൊടുക്കുന്നുള്ളൂ. എന്തിനാ ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഈ സർക്കാർ ഇരുന്നിട്ട് എന്താണ് നമുക്ക് നേടി, എന്താണ് ഉള്ളതെന്ന് പറ. സാധനങ്ങളൊന്നും മാറ്റി തന്നാൽ പോലെ പാവങ്ങളായ നമ്മളെപ്പോലുള്ളവർ കിടന്ന് കഷ്ടപ്പെടുന്നു. ഇത് ഇല്ലാത്തവർ, ഈ സർക്കാർ ജോലിയുള്ളവർക്ക് പണമുണ്ട്, അവർക്ക് മാസം ശമ്പളമുണ്ട്, അവർക്ക് കൊടുക്കുന്നത് കൊടുക്കും. ഇല്ലാത്ത പാവപ്പെട്ടവർ എന്ത് ചെയ്യുമെന്ന് പറ, എങ്ങനെ ജീവിക്കുമെന്ന് പറ. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വിറ്റാൽ പോലും ഇവിടുത്തെ കടം തീരുവില്ല. ഈ സർക്കാർ ഭരിച്ച് മുടിച്ചത്. ഇത് മുടിച്ച് ഇനിയിപ്പോൾ എത്ര വർഷം, ഇനിയിപ്പോൾ ഒരു 1.5 വർഷം 2 വർഷം കൂടി ഉണ്ട്. അതും കൂടി കഴിയുമ്പോൾ ഇവിടെ എല്ലാം ജനം, ഈ കേരളം ഒന്ന് മുടിയും. പിന്നെ ഇനി ആരെക്കൊണ്ട് നികത്തിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പിടിയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ ജനങ്ങളായ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വാസ്തവം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള യാത്രയിൽ തിടുക്കത്തിലാണ്. നാളെയാണ് നവകേരള യാത്രയുടെ സമാപനം. അപ്പോൾ പിന്നെ സമാപന പരിപാടികളുമായി സർക്കാർ ഒന്നുകൂടി തിരക്കിലാണ്. അപ്പോൾ പിന്നെ എവിടെയാണ് സപ്ലൈകോയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നേരം? സപ്ലൈകോ പ്രതിസന്ധി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സപ്ലൈകോ ഇതേ അവസ്ഥയിലാണ്. 600 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ആ കടം. എന്നാൽ സപ്ലൈകോ പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്നു, ബാധ്യതകളെല്ലാം അവസാനിക്കുന്നു എന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഓരോരുത്തരും ഈ സപ്ലൈകോയിലെത്തിയത്. പക്ഷേ നിരാശ മാത്രം ഫലം. സർക്കാർ ഈ നവകേരള യാത്ര നടത്തുന്നതിന് മുൻപേ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രതിസന്ധിയുടെ വക്കിൽ തന്നെയായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം സപ്ലൈകോ, KSRTC എന്തിനേറെ പറയുന്നു, സർക്കാർ വാഹനങ്ങളിൽ ഡീസൽ അടിക്കാൻ പോലുള്ള പണം ഖജനാവിലില്ലായിരുന്നു. ആ സമയത്താണ് സർക്കാർ തങ്ങളുടെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഈ നവകേരള സദസ്സ് ആരംഭിക്കുന്നത്. നവകേരള സദസ്സ് മാത്രമല്ല, നവകേരള സദസ്സ് യാത്ര ആരംഭിക്കുന്നത്. എന്നിട്ട് ആ യാത്രയിലും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ പരാതികൾ. ഈ പരാതികളെല്ലാം പരിഹരിക്കാനായിട്ട് 2 ആഴ്ചയാണ് സമയം. അതിനിടയിൽ നവകേരള സദസ്സ് യാത്ര ആരംഭിക്കുന്നതിന് മുൻപേയുള്ള പരാതികളും പരിവട്ടങ്ങളും അപ്പോൾ ആര് പരിഹരിക്കുമെന്നാണ്? സപ്ലൈകോയുടെ ദുരിതം ഇനി എന്ന് തീരും എന്നുള്ള ചോദ്യം ഇപ്പോഴും ജനങ്ങൾക്ക് മുന്നിലുണ്ട്. സപ്ലൈകോയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇന്നുണ്ട്. ദിവസക്കൂലിക്കാരായ ഒരുപാട് ജനങ്ങൾ. അവർക്ക് ഏക ആശ്രയം സപ്ലൈകോ മാത്രമാണ്. സപ്ലൈകോ എന്ന് പറയുമ്പോൾ സപ്ലൈകോയിലെ സബ്സിഡി ഇനങ്ങൾ മാത്രമാണ്. പക്ഷെ ഇവിടെ സപ്ലൈകോയുണ്ട്, സപ്ലൈകോയിൽ ക്രിസ്മസ് ചന്തയുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുമുണ്ട്. പക്ഷേ സബ്സിഡി ഇനങ്ങൾ മാത്രമില്ല. എല്ലാം വരും എന്ന് പറയുന്നുണ്ട്, പക്ഷേ ആരും വരുന്നുമില്ല.